വെറും രണ്ട് ടെസ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹാർട്ട് അറ്റാക്ക് വരുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ? ഹായ് എവ്രിവൺ, ഗുഡ് മോർണിംഗ്. ദിസ് ഈസ് ഡോക്ടർ നൈല. ഇന്ന് ഒരുപാട് പേർക്ക് പ്രായവ്യത്യാസമില്ലാണ്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത്. ഈ അസുഖം നമുക്ക് വെറും രണ്ട് ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമുക്ക് അറ്റാക്ക് വരാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന്. അതിൽ ആദ്യത്തെ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നതാണ് അപ്പോലിപ്പോപ്രോട്ടീൻ ബി. അതിനെ അപ്പോ ബി എന്ന് അറിയപ്പെടും. രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ലൈപ്പോപ്രോട്ടീൻ എ. അപ്പൊ ഈ രണ്ട് ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാം. അപ്പോൾ എന്താണ് അപ്പോ ബി എന്ന് പറയുന്നത്? അതായത് നമ്മൾ ചീത്ത കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ ആയ LDLും VLDLന്റെ മേലെ ഇതൊരു പ്രോട്ടീൻ ഷെല്ലായിട്ട് എന്ത് ചെയ്യും, ഇത് അറ്റാച്ച് ചെയ്തിട്ട് ഇത് നമുക്ക് അത്തിറോസ്ക്ലിറോസിസ്, അതായത് നമ്മളുടെ ഈ ബ്ലഡ് വെസലിന്റെ ഉള്ളില് ക്ലോട്ട് ഫോർമേഷനോ അല്ലെങ്കിൽ പ്ലേഗ് ഫോർമേഷനോ ചാൻസസ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. അപ്പൊ ഈ അപ്പോലിപ്പോപ്രോട്ടീൻ ബി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ബ്ലഡിൽ ഇതിന്റെ അളവ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻഡിക്കേഷൻ ആണ് തരുന്നത് നമുക്ക് കാർഡിയോവാസ്കുലർ ഡിസീസസ് ആയ അസുഖങ്ങൾ പോലെ, അതായത് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വരാൻ ചാൻസസ് വളരെയധികം കൂടുതലാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്ലഡില് 110 mg/dl ഡെസിലിറ്ററിലേക്കാളും കൂടുതലാണ് എപ്പോ ബിയുടെ അളവ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ചാൻസസ് വളരെയധികം കൂടുതലാണ്. ലൈപ്പോപ്രോട്ടീൻ എ എന്ന് പറയുന്നത് ഇതൊരു പ്രോട്ടീൻ കണ്ടന്റ് ആണ്. ഇത് നമ്മളുടെ ചീത്ത കൊളസ്ട്രോൾ ആയ LDLന് സാമ്യമുള്ള ഒരു പ്രോട്ടീൻ ആണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോളിന്റെ ഡെപ്പോസിഷൻ കൂട്ടാൻ ചാൻസസ് കൂടും ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ. കാരണം ഇതൊരു സ്റ്റിക്കർ പോലെയാണ്, ഇത് ആകർഷിക്കും. അതുപോലെ തന്നെ നമുക്ക് ക്ലോട്ട് വരാനും അതുപോലെ തന്നെ ഇതില് പ്ലേഗിന്റെ ഫോർമേഷനും കൂട്ടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് ഈ ലൈപ്പോപ്രോട്ടീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ലൈപ്പോപ്രോട്ടീന്റെ അളവ് നമ്മളെ ബോഡിയിൽ ഉണ്ട് എന്ന് നമുക്ക് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റും. അപ്പോൾ 15 താഴെയാണെങ്കിൽ 50 mg/dl ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലാണ്, പ്രശ്നമൊന്നുമില്ല. ചില സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ VLDL ചെക്ക് ചെയ്യും, LDL ചെക്ക് ചെയ്യും, നമ്മളെ ലിപ്പിഡ് പ്രൊഫൈലില്. പക്ഷെ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കിന് ചാൻസസ് ഉണ്ടോ, നിങ്ങൾക്ക് ഫാമിലി ഹിസ്റ്ററി ആയിട്ട്, അതായത് പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് ഹാർട്ടിന് പ്രശ്നമുള്ള ആൾക്കാരാണോ, നിങ്ങൾ തടിയുള്ള പ്രകൃതമാണോ, ഒബേസിറ്റി ഉണ്ടോ, അതോ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ലക്ഷണങ്ങൾ കണ്ടുവരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഡയബറ്റീസും, നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിലും ഈ രണ്ട് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ അധികം നെസസറിയാണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ലൈപ്പോപ്രോട്ടീൻ എ 15ന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, നോർമലാണ്. ഇനി നമുക്ക് 30 തൊട്ട് 50ന്റെ ഉള്ളിലാണെങ്കിലും 50ന്റെ മേലെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഹയർ റിസ്ക് ആണ് നമുക്ക് അറ്റാക്ക് വരുന്നതിന്. അപ്പൊ തീർച്ചയായിട്ടും ഈ രണ്ട് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യുന്നത് വളരെയധികം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്